ഹായ്. രാവിലെ എഴുന്നേറ്റ് കാപ്പി തിളപ്പിക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയപ്പോഴത്തേനാണ് ഗ്യാസ് തീർന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് വെള്ളമൊക്കെ സംഘടിപ്പിച്ച് അടുപ്പ് കത്തിച്ചെടുത്ത്. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാപ്പിക്ക് ആവശ്യമായ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രം വെക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ അധികം കരിയും പിടിക്കത്തില്ല, കഴുകാനും എളുപ്പമായിരിക്കും. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കാപ്പിക്കുള്ള പൊടിയൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാപ്പി ഞാൻ ആ സൈഡിൽ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഇറക്കി വെക്കും. അതാകുമ്പോൾ കാപ്പി അവിടെ ഇരുന്നാൽ തന്നെ അടുപ്പിൽ നിന്നുള്ള ചൂട് കാരണം കാപ്പി പെട്ടെന്ന് തണുത്ത് പോകത്തില്ല. എന്നിട്ട് ഇതേ അടുപ്പിലോട്ട് ഞാൻ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇടിയപ്പം കലക്കാനുള്ള വെള്ളം നമുക്ക് ഈ അടുപ്പിലോട്ട് തന്നെ വെക്കാം. വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. അടുപ്പിലാവിടെ തീ കത്തിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം നനച്ചെടുക്കാം. അങ്ങനെ പൊടിയൊക്കെ നനച്ച് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അച്ചിലോട്ടാക്കി ഇടിയപ്പത്തിന് പിഴിയാം. അങ്ങനെ അച്ചൊക്കെ മൊത്തം നിറച്ച് ഈ ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ കാണിക്കാവേ. അങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. നന്നായി നനച്ചത് കൊണ്ട് തന്നെ ഇടിയപ്പത്തിന് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. കഷ്ടപ്പാടില്ല, പെട്ടെന്ന് തന്നെ പിഴിയാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇടിയപ്പ കുട്ടകത്തിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടിയപ്പം പിഴിയുന്നതിൻ്റെ ഇതിൽ ഞാൻ അടുപ്പ് ശ്രദ്ധിച്ചില്ല, അത് കാരണം തീ കെട്ടുപോയി. ഇനി അത് ഒരു കുഴൽ വെച്ച് ഊതി കത്തിക്കണം. നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഒരു പപ്പടം കുത്തി എന്തെങ്കിലും ഉണ്ട്, അത് വെച്ചൊന്ന് കുത്തി നോക്കാം ഉള്ളിലോട്ട് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. നല്ല ചൂടുണ്ട്. അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയായി. ഞങ്ങൾ ഇടിയപ്പം കഴിക്കാൻ പോവുകയാണേ.